നമസ്കാരം. ഇപ്പം നമുക്കേ ഒരു ജനുവരി 1-ാം തീയതി, എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും ജനുവരി 1-ാം തീയതി തൊട്ട് TV ഓൺ ചെയ്താൽ നല്ല കോളാ അല്ലേ? നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണ്ട. നമ്മുടെ മക്കള് കേട്ടാൽ നാണക്കേടാവും. മക്കള് വഴിപഴിച്ചു പോവുക. ഇത് കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവമേ നാണക്കേടാണല്ലോ, വീട്ടിൽ പറയാൻ കൊള്ളില്ലാത്തൊക്കെയാണല്ലോ TV കൂടെ പറയുന്നത്, നാട്ടിലറിയാൻ മേലാത്തൊക്കെയാണല്ലോ TV കൂടെ കേൾക്കുന്നത് എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്ത. സഹോദരങ്ങൾ തമ്മിൽ എന്തോരവസ്ഥ, മാതാപിതാക്കൾ തമ്മിൽ എന്തോരവസ്ഥ, വേറെ പ്രണയം, വഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട ഏതാ സൈസ് ലഹരി. ഒന്നിനെ പിടിക്കാൻ പോലീസിനും സാധിക്കുന്നില്ല. പിടിച്ചാൽ തന്നെ അവർ ഇറങ്ങി വരുന്നു, അടുത്തയാളെ കൊല ചെയ്യുന്നു. അങ്ങനെ പല നാടുകളിലായിട്ട് എത്ര കൊലപാതകങ്ങൾ. എന്നാലും സഹിക്കാൻ പറ്റാത്തതാണ് ആ 2 വയസ്സുകാരി കൊച്ചിനെ എടുത്ത് കിണറ്റിലിട്ടത്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം കൊന്നില്ലേ? ഇത് എവിടെ പോകുന്നു ഈ ലോകം ഇല്ലേ? നാണക്കേട്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ ഒരു അതിർവരമ്പ് എപ്പോഴും നമ്മൾ സൃഷ്ടിക്കുമായിരുന്നു അല്ലേ? ഒരു വയറ്റിൽ പിറന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയും അത് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ അവർക്ക് വേണ്ടിയാണ്. നമ്മുടെ പെങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മുടെ ആങ്ങളേനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നത് അല്ലേ? കാരണം അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷകർ, അവരാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നൊരു ചിന്തയാണ്. അതൊക്കെ പോയി നാണം കെട്ട് പറയാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇത്രയും ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു പണിയില്ല. ബംഗാളികൾ വന്ന് പണിയെടുത്ത് അവരുടെ ജീവിതം കഴിയുന്നു. ഇത് വീട്ടിലിരിക്കുന്ന മലയാളികൾക്ക് ഒരു പണിയുമില്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കയറി നിരങ്ങി കണ്ട വൃത്തികേടുകളെല്ലാം കണ്ടിട്ട് അമ്മയേത് പെങ്ങളേത് എന്നറിയാൻ മേലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയണതാ. ശരിക്കും സത്യം പറഞ്ഞ സങ്കടം. ജീവനുള്ള ഒരു കൊച്ചിനെ എടുത്ത് കിണറ്റിലിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പൂർത്തീകരിക്കണം അവൻ്റെയൊക്കെ ഇങ്ങനെയാണോ? കൊണ്ട വല്ല ഒഴിക്കും ആ കൊച്ചിനെ വല്ല അനാഥാലയത്തിലും കൊണ്ട കളയത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു തലമുറയുടെ സൃഷ്ടിയാണ് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ മക്കള് അല്ലേ? ഒരിക്കലും നമ്മുടെ മക്കളോട് ഒരു ക്രൂരത ചെയ്യാൻ നമ്മുടെ മനസ്സ് പോകും. കാരണം അവരൊരു വേറെ ആൾക്കാരാണ്. ഇത് പറയാതിരിക്കാൻ വയ്യാതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഇതിനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ ഉണ്ടല്ലോ പോലീസ് നിയമത്തിന്റെ മുമ്പിലല്ല കൊണ്ടുവരേണ്ടത്. ഇത് ജനങ്ങളുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ജനങ്ങളാണ് നിയമം നടപ്പാക്കേണ്ടത്. അങ്ങനെ ഒരു നിയമം വരണം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ശിക്ഷ നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ എന്ത് കാണിച്ചാലും, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കാരണവർ വധക്കേസിൽ ഷെറിൻ ഒക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ ഒപ്പിട്ടു എന്നൊക്കെ പറയും. നമ്മൾ വാർത്തകളിൽ കൂടെയൊക്കെ കാണുന്നതല്ലേ? എന്തൊരവസ്ഥയാ. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ക്രിമിനലുകളെ മുഴുവൻ വളർത്തി വലുതാക്കി വോട്ടിന് മാത്രം പ്രാധാന്യമുള്ള ഒരു ജനസമൂഹമായിട്ട് നമ്മളെ മാറ്റി എല്ലാവരും അന്ധന്മാരായിട്ട് ജീവിക്കുകയാണ്. ജനങ്ങൾക്കുള്ള വിവരം പോലും ഗവൺമെന്റിനോ നിയമത്തിനോ ഇല്ലാത്ത രീതിയിലേക്ക് ആയി വരുന്നു എന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനും ഒരു പേടിയില്ല. ആർക്കും എന്തും ചെയ്യാം, അത് ആരോടും ചെയ്യാം. കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞാലും കൊന്നാലും ഒന്നുമില്ലാത്ത അവസ്ഥ ഇല്ലേ? ആർക്കും എന്ത് ക്രൂരതയും ചെയ്യാം. മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മകൻ, അധ്യാപകരെ തെറിവിളിക്കുന്ന വിദ്യാർത്ഥികൾ, പരോളിലിറങ്ങി വന്നിട്ട് കൊന്നിട്ട് പോകുന്ന താമരകൾ പറയണം. എന്താ പേരൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ഇനിയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ വെറും. ഇനിയും ജാമ്യം കൊടുത്താൽ വരും എന്ന് പറയുന്നു. 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് അവനങ്ങ് പോയി. ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊരു ലോകത്തോടെയാണ് നമ്മൾ ജീവിച്ചു പോകണേ. നമുക്ക് പത്രം എടുത്ത് വായിക്കാൻ പറ്റില്ല. നമ്മൾ TV തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ഇതാണ്. സമാധാനത്തോടെ ഇരുന്നൊരു വാർത്ത, നാട്ടിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന്, എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് TV തുറന്ന് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം TV തുറന്നാൽ ഇതല്ലേ വാർത്തകളുള്ളൂ, പത്രം എടുത്താൽ ഇതല്ലേ വാർത്തയുള്ളൂ. നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. പേടിച്ചിരിക്കാം. വീട്ടിലിപ്പം എന്തെങ്കിലും സാധനം സത്യസന്ധമായിട്ട് വിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അയാളെ നമ്മൾ സംശയത്തോടെ നോക്കുന്നത്. അയാളൊന്ന് രൂക്ഷമായിട്ട് നമ്മുടെ നേരെ നോക്കിയാൽ പോലും നമുക്ക് പേടിയാവുന്ന അവസ്ഥയിലേക്കാണ്. ഒന്നോർത്തൊക്കെ ചവിട്ടിക്കച്ചവടം, പാത്രക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിൽ കൂടെ വരുന്നവർക്കും കൂടെ രക്ഷയില്ല. കാരണം അവരെ അടുപ്പിക്കില്ലാണ്ടായി. വീട്ടിൽ പട്ടിയുണ്ട്, ക്യാമറയുണ്ട് എന്നും പറഞ്ഞിട്ട് അതും രക്ഷയില്ല. ഒന്ന് ഓർത്ത് നോക്കി, വീട്ടിൽ ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കാൻ രക്ഷയില്ല, മക്കളും ഭർത്താവും ഭാര്യയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ രക്ഷയില്ല. ആരെ പീഡിപ്പിക്കുമെന്ന് അറിയാൻ മേല. എന്തൊരവസ്ഥയാ. നമ്മളിങ്ങനെ പോയി എവിടെ ചെന്നെത്തും? നമ്മുടെ ഈ കേരളം മാത്രമാണ് ഇങ്ങനെയുള്ളൂ.
നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാ, വിവരമുള്ളവരാ, മലയാളികളല്ലേ, എവിടെ ചെന്നാലും എന്ത് കാണിച്ചാലും മലയാളികളല്ലേ ഒറ്റക്കെട്ടാന്നൊക്കെ നമ്മൾ പറയും. എന്ത് ഈ കാര്യത്തിൽ മാത്രം ഒറ്റക്കെട്ടല്ലാത്ത? ഒരു പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഉരുളുപൊട്ടൽ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ മാത്രമാണോ നമ്മൾ ഒറ്റക്കെട്ട്? നമ്മളെന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടാതെ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള ഇനി എതിർത്ത് തോൽപ്പിക്കാനല്ലേ, ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യണവനെ വെറുതെ വിടാണ്ടിരിക്കാൻ നമ്മൾ നോക്കണ്ടേ? ഒരു ഒരു ജീവൻ എന്ന് പറയുന്നതിന് ഒരു വിലയില്ലേ? അവനെയൊക്കെ എന്ത് ചെയ്യണം? അയ്യോ, വൃത്തികേട്, തുപ്പാൻ തോന്നുന്നു. അങ്ങനെയുള്ളവനൊക്കെ എന്ത് ഈ സമൂഹത്തിന് അവൻ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളൊക്കെ ഇങ്ങനെ കടന്നു പോകും. നമ്മളൊക്കെ 50 വയസ്സ് കഴിഞ്ഞവരും ഒക്കെയാണ്. ഇതൊക്കെ അങ്ങ് കടന്നു പോകും. നമ്മുടെ ഒരു കാലത്തൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലായിരുന്നു. ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം കേൾക്കുന്നത്. കഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന്, എന്തെല്ലാം സൈസ്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പണ്ടൊക്കെ നമ്മൾ മദ്യപിച്ചോന്നറിയാൻ വേണ്ടി പോലീസുകാർ ഒരു സാധനം വെച്ച് ഊതി നോക്കുമായിരുന്നു. ഇപ്പം അതിൽ പോലും പിടിക്കില്ലാത്ത സാധനമാണ് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയണേ. ഇപ്പം അതൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഊതിയാലൊന്നും ഏക്കില്ല, യന്ത്രം പ്രവർത്തിക്കില്ല, അതിന് പുതിയത് കണ്ടുപിടിക്കണം. അതാ ഇനിയുള്ള കാലം. ഒന്നോർത്ത് ചിന്തിച്ചു നോക്കിക്കേ. അതാണ് കാലത്തിൻ്റെ പോക്ക്. അപ്പം ശരിക്കും വിഷമം തോന്നുന്നു, പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ വിഷമം തോന്നി. ഒരു സ്വന്തം കുഞ്ഞിനെ നമ്മളോർത്ത് നോക്കി, ഇത്രയും അവളെയൊക്കെ എന്നാ ചെയ്യണ്ടേ അല്ലേ? ഒരുത്തി ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു. ഇങ്ങനെയുള്ള അവിഹിതക്കാരുടെ മേഖലയായിട്ട് ഇത് മാറിയിരിക്കുന്നു. അതിന് ഒത്താശ കൊടുക്കാൻ കുറച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാർ പറയണം അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇതെന്തൊക്കെ കേൾക്കണേ? നാണക്കേട്. നമ്മുടെ മക്കൾ വാർത്ത വെച്ച് കേൾക്കുവാണെങ്കിൽ നാണക്കേട്. വെറുതെയാണോ നമ്മുടെ മക്കളൊക്കെ ഈ നാട് വിട്ടു പോകുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കി. വിദേശങ്ങളിലേക്കും അതിലില്ലേ അവിടെ ഇതാന്ന് പറയും, ഇതിൽ അന്തസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെയുള്ള രാജ്യത്തേക്ക് കടന്നു പോകുന്ന മക്കൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്യണ്ട, അവിടെ ചെന്ന് നോക്കണം, ഇവിടെ ചെന്ന് നോക്കണം എന്നൊക്കെ നമ്മൾ അല്ലമുറയിട്ട് നമ്മൾ പറയും. പക്ഷെ ഇത്രയും തെമ്മാടിത്തരമൊന്നും എനിക്ക് തോന്നുന്നില്ല വേറൊരു രാജ്യത്തുണ്ടെന്ന്. സ്വന്തം അമ്മേനെയും പെങ്ങളെ അറിയാൻ മേലാത്ത അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് രോമം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുക. നമുക്കിങ്ങനെ പ്രതികരിക്കാൻ തോന്നും. ആ രീതിയിലേക്കായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തൊരവസ്ഥയാണ് അല്ലേ? ഇതാണ് മനുഷ്യൻ്റെ കാര്യം. ഇന്നിപ്പോൾ കേൾക്കണ വാർത്തയല്ല നാളെ കേൾക്കുന്നത്. നാളെ വേറൊരു വാർത്തയായിട്ടുണ്ട്. കൊലയും വൃത്തികേടുകളും എന്താ പറയുക, എന്തൊക്കെ സൈസ് ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ട്. മനുഷ്യൻ മൃഗത്തിന് ഇതിലും ബോധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പക്ഷികളിലാണെങ്കിലും പ്രാവ് ഒരു ഇണയേ ഉള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. ഈ മാടത്ത എന്നൊക്കെ പറയണതിനൊക്കെ. ഇത് മനുഷ്യൻ ഇങ്ങനെ ഈ മൃഗത്തെക്കാളും പട്ടിയേക്കാളും കഷ്ടമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുവാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മനുഷ്യന് ആരോടും ഒരു സ്നേഹമില്ല, ആരെയും ഒരു ബഹുമാനമില്ല. മക്കൾക്കാണെങ്കിലും അച്ഛനമ്മമാരോടൊരു ബഹുമാനമില്ല, ഒന്നുമില്ല. എന്താ ഒരു കാലം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാലം. അതിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിനൊക്കെ നിയമം മാറ്റി എഴുതാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമ്മൾ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന കുറച്ച് ഭരണാധികാരികളും അവനവൻ്റെ കസേര തെറിക്കാതിരിക്കാൻ സേഫാക്കി വെക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. ഒന്നൊരു പെട്രോളിംഗ് നടത്തുന്ന പോലീസോ ജനമൈത്രി പോലീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ നാടുകളിൽ കൂടെ കറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കുകയും ഒരു കൂട്ടായ്മ വെച്ച് അത് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പറയില്ലേ കുറേ കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരു പഞ്ചായത്തിലെങ്കിലും ഇങ്ങനെയൊക്കെ വെച്ച് എല്ലാവരും പങ്കെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്നാന്നും ആ നാട്ടിൽ എന്തെങ്കിലും അരാജകത്വം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരിഹാരം കാണില്ലേ. അപ്പോൾ ജനങ്ങൾ പറയില്ലേ ഇന്ന വീട്ടിൽ ഇന്ന നടക്കുന്നു, ഇന്ന വീട്ടിൽ ഇന്നതുണ്ട് എന്ന് സാറേന്ന് രഹസ്യമായിട്ടെങ്കിലും ഒരു കത്തെഴുതിയിടാനോ ഒക്കെ പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്, ജനങ്ങളെ പേടിപ്പിച്ച് ഓടിക്കുന്ന അവസ്ഥയാണ്. ജനങ്ങൾ 4 കാലം പറിച്ചു കൂടും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാൽ. ഒരു മര്യാദയില്ലാണ്ട് എട്ടാ വാട്ടാ പോടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരും. പറയാണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞതാണ്. തെറ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. ജനമൈത്രി പോലീസെന്നും
ഏതാണ്ടൊക്കെ ഒത്തിരി പോലീസുണ്ടല്ലോ, അവരെ അതുങ്ങളോടൊക്കെ നമ്മുടെ നാടുകളിൽ നടന്ന് ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടുപിടിക്കുക. അവർക്കൊരു ശമ്പളം കൊടുക്കുന്നതല്ല, അവരുടെ ഡ്യൂട്ടി അതാണല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് ജനങ്ങളുടെ പരാതി. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഒരു വീട്ടിൽ കയറി എത്ര എണ്ണത്തിനെ കൊന്നു, എന്നിട്ട് അവന് വട്ടാന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവന് വട്ടായിരുന്നോ? അവൻ എത്ര എണ്ണത്തിനാണ് കൊന്നിട്ട് പോയത്? ഓരോ സ്ഥലത്ത് നടക്കണം, ചോറ്റാനിക്കര അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നാനാഭാഗത്തും നമ്മൾ ഓരോ ജില്ലകളിൽ കൂടെ ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും കെട്ടു ഓരോ ദിവസവും ഇനി പേടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ. അപ്പം എനിക്കിത് കേട്ടപ്പം എനിക്ക് ചിലപ്പോൾ സത്യം പറഞ്ഞ ടി വി ഒക്കെ തുറന്നുകൊണ്ട് നാണാവുന്ന അവസ്ഥ. നമുക്ക് കുടുംബക്കാർ ഒന്നിച്ചിരുന്ന മക്കളും ഒന്നിച്ചിരുന്ന ഒരു വാർത്ത കേൾക്കാൻ പോലും പറ്റില്ല. നാട്ടിലേക്ക് ഇങ്ങനെ നല്ല കാര്യം നടത്തണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വാർത്ത വെച്ചേക്കാമെന്ന് ഓർക്കുമ്പം ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എണീറ്റ് ഓടിപ്പോയി ചെന്നാൽ ടി വി ഓഫാക്കും. എന്തൊക്കെ അവസ്ഥയല്ലേ? ഞാൻ പറഞ്ഞ ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടതാ. ഇവനെയൊക്കെ വെറുതെ വിടരുത്, അതാ വേണ്ടത്. ഇവനെയൊന്നും വെറുതെ വിടരുത്, ഇവനെയൊക്കെ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് ശരിയാക്കണം. അവളെയും വെറുതെ വിടരുത്, അതാ വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും അരാജകത്വം ഉണ്ടാക്കുന്ന ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ മനസ്സിലേക്കും ഓരോ വിഷങ്ങൾ കുത്തിവയ്ക്കുന്ന, മറ്റുള്ളവരുടെ മനസ്സിലേക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സഹോദരനെ അടുത്തിരുന്നാൽ പോലും ആ സഹോദരൻ്റെ കൂടെ വിടാൻ പോലും നമ്മൾ മടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ളവർ ഉണ്ടായി വരില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ ഒരു ഗർഭം ഉണ്ടായത്, ഒരു കുഞ്ഞുണ്ടായത് ഒരുത്തിന്, പ്രായപൂർത്തിയാകാത്ത. ഓർത്തു നോക്ക് നമ്മുടെ നാട് പോകുന്ന അവസ്ഥ. എന്തൊരവസ്ഥയിലേക്കാണ്. ഇനി എങ്ങനെ വിശ്വസിച്ച് നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും? എനിക്ക് തോന്നുന്നു ഇതൊക്കെ അതപ്പതിച്ചവർ മാത്രമേ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുള്ളൂ. ഈ തീരെ തരം താന്ന ചിന്താഗതിയും തീരെ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള ഈ വൃത്തികെട്ടങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അല്ലാണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല മാതാപിതാക്കൾക്കുണ്ടായ മക്കൾക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഡിഫാൾട്ടുള്ള മാതാപിതാക്കളുടെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ച് പോയി. എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ വന്നു. അപ്പം എൻ്റെ സങ്കടം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മക്കളോടിരുന്ന് പറയാൻ പറ്റില്ലല്ലോ, ഭർത്താവിനോടിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.